51,713 പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. എന്തായാലും പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷം ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു എന്ന് വേണം. 51,000-ലേക്ക് എത്തിയിരിക്കുന്നു. വലിയൊരു ഭൂരിപക്ഷം തന്നെ എത്തി നിൽക്കുന്നുണ്ട്. 101 എന്നുള്ളതാണ് ഇപ്പോൾ UDF 101 എന്നുള്ള കണക്കിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ മുന്നിൽ തന്നെ തുടരുകയാണ്. ആദ്യഘട്ടം മുതൽ തന്നെ തുടരുന്നുണ്ടായിരുന്നു. NDA 3 സീറ്റ് എന്നുള്ള കണക്കിൽ തന്നെയാണ് ഇരിക്കുന്നത്. LDF ആകട്ടെ 36 എന്നുള്ളൊരു സീറ്റിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതാണ്. ഇനി ഏതൊക്കെ സീറ്റുകൾ മാറി മറിയും, ഏതൊക്കെ മണ്ഡലങ്ങളിൽ മാറി മറിയും എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും 1,00,000 കടന്നിരിക്കുകയാണ് ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷം. വലിയ നേട്ടമാണ്, ചരിത്ര മുന്നേറ്റമാണ്. ഭൂരിപക്ഷം 50,000 കടന്നിരിക്കുന്നു. ചാണ്ടിയുമ്മൻ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ, ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം ഉണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് പുതുപ്പള്ളിയെ ചേർത്ത് പിടിച്ചതെന്ന്. വളരെ ടൈറ്റായ ഒരു കോമ്പറ്റീഷനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് ജെയ്ക്സി തോമസ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. ഇപ്പോൾ ഇത്തവണ അതെല്ലാം മറികടന്ന് വലിയ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടിയുമ്മൻ ജയിച്ചു കയറുന്നത്. ചാണ്ടിയുമ്മൻ ഒരു MLA എന്നുള്ള നിലയിൽ വിലയിരുത്തപ്പെടുകയാണ് എന്നുള്ളത് കൂടി നമ്മൾ പറഞ്ഞു വെക്കണം. തൃശ്ശൂരിൽ രാജൻ പല്ലൻ 26,803 വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്ന. ഇനി വിജയപ്രഖ്യാപനങ്ങൾക്കായാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. എന്തായാലും ഷൊർണൂരിൽ LDF വിജയിച്ചിരിക്കുന്നു. ഷൊർണൂരിൽ 16,517 വോട്ടുകൾക്കാണ് LDFന്റെ വിജയം. ഒറ്റപ്പാലത്ത് LDF വിജയിച്ചിരിക്കുന്നു. PK ശശി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. LDF ഒറ്റപ്പാലത്ത് വിജയിച്ച 26,910 വോട്ടുകൾക്കാണ്. എന്തായാലും അതുപോലെ തന്നെ ആലത്തൂരിൽ LDFന്റെ വിജയം പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. UR പ്രദീപ 8,553 വോട്ടുകൾക്ക്. ചേലക്കരയിൽ ആലത്തൂര് LDF വിജയിച്ചിരിക്കുന്ന 8,553 വോട്ടുകൾക്ക്. ചേലക്കരയിൽ LDF വിജയിച്ചത് 29,386 വോട്ടുകൾക്കാണ്. അവിടെയാണ് UR പ്രദീപ. ഒപ്പം വടക്കാഞ്ചേരിയിൽ LDF 5,690 വോട്ടുകൾക്ക് വിജയിച്ചു. തൃശ്ശൂരിൽ UDF വിജയപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. 26,803 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. എന്തായാലും അത്തരം വിജയപ്രഖ്യാപനങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രമേശൻ, നജീബ് കാന്തപുരത്തിന്റെ 28,000 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കുണ്ടറയിൽ PC വിഷ്ണുനാഥ് 25,000 കടന്ന് മുന്നേറുന്നു എന്നുള്ളതാണ്. എന്തായാലും ചാണ്ടിയുമ്മന്റെ 1,00,000 കടന്നുള്ള ഒരു ലീഡ് നിലയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. 50,000 കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 101 എന്നുള്ള കണക്കിൽ തന്നെ ഇപ്പോഴും UDF എത്തി നിൽക്കുകയാണ്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയുടേത് 7,850 എന്നുള്ളതാണ്. KB ഗണേഷ് കുമാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പിന്തള്ളിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. തളിപ്പറമ്പിലാവട്ടെ TK ഗോവിന്ദൻ 18,628 എന്നുള്ള കണക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. വേങ്ങരയിൽ KM ഷാജിയും 18,000 കടന്നുള്ള ലീഡ് നില ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. ആര്യടൻ ഷൗക്കത്ത്, നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് 54,000. എനിക്ക് തോന്നുന്നു ആര്യടൻ ഷൗക്കത്തും ഒപ്പം തന്നെ ചാണ്ടിയുമ്മനുമാണ് ഈ ഒരു ലീഡ് നില കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.